കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് ഒടുവിലത്തെ അത്താഴവേളയിലെ ഒരു വിരുന്നാണ്, ഒരു ലഞ്ച് ഔട്ട്, ഈശോയുടെ ഒരു ലഞ്ച് ഔട്ട് ശിഷ്യന്മാരോട് ഒപ്പിച്ച്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഈശോ പറഞ്ഞേനെ, ഇത് അപ്പാണ് മക്കളെ തിന്നോ, ഇത് വീഞ്ഞാണ് മക്കളെ കുടിച്ചോ, അങ്ങനെ പറഞ്ഞേനെ. ഈശോ അങ്ങനെയല്ല പറഞ്ഞേ, ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുക. വ്യത്യാസമുണ്ട്. ഇത് ലഞ്ച് ഔട്ടല്ല. കാൽവരി കുന്നിൽ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പുള്ള മരണമാണ് സെഹ്യോൻ ശാലയിലും വിശ്വാസത്തിന്റെ കണ്ണുള്ളവൻ നോക്കി കാണാൻ സാധിക്കുക. കാസയിലും പീലാസയിലും പിടഞ്ഞു മരിക്കുന്ന യേശു ശരീരം രക്തവും വേർതിരിയുന്നു. കാസയില് രക്തം, പീലാസയില് ശരീരം. ശരീരരക്തങ്ങളെ വേർതിരിവ് മരണത്തെയാണ് സൂചിപ്പിക്കുക. ബലിയാണത്. വിരുന്നും ഒപ്പം ബലിയാണ്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കൂട്ടി പറയും, ബലിയായി മാറിയ വിരുന്നാണത്. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കുക. ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ച് വടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് ഞാൻ ചിന്തിക്കും കുർബാനയിൽ ഞാനൊരു ഹീറോ ആണെന്ന്. പക്ഷെ സത്യം എന്താ അറിയാം, ഞാനൊരു സീറോ ആണ്. ഈശോയാണ് പിതാവായ ദൈവത്തിന് ബലി അർപ്പിക്കുന്നത്. ആ ഈശോയോട് ചേർന്ന് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് ഞാനും ഈശോയോട് ചേർന്ന് ബലി അർപ്പിക്കുകയാണ്. അതുപോലെ എന്നോടൊപ്പം മാമോദീസായിയുടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ച അൽമായരും ഒരുമിച്ച് ചേർന്ന് പിതാവായ ദൈവത്തിന് യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുകയാണ്. ഞാൻ ഹീറോ അല്ല, ഞാൻ സീറോ ആണ്. യേശുവാണ് ഹീറോ. ബലിയാണ് കുർബാന എന്ന് പറഞ്ഞാൽ.